everybody, welcome back to my YouTube channel guys. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. സോ കുറച്ച് നാളായി ഞാൻ ഒരു വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ബട്ട് എനിക്ക് സമയം കിട്ടുന്നുണ്ടായില്ല, ഭയങ്കര ബിസി ആയിപ്പോയി. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കാം. ബിക്കോസ് ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഓഫ് മൈ ട്രീറ്റ്മെന്റ്. എൻ്റെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുപോകാന്ന്. സോ മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് എൻ്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണാം. എന്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, എനിക്കൊരു 5 month ഓൾഡ് ബേബി ഉണ്ട്. അപ്പം എന്റെ ഡെലിവറി എനിക്ക് 5 months ആയി. അപ്പം പോസ്റ്റ് ഡെലിവറി കെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റിന് പോയത്. ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കോതമംഗലത്തുള്ള നങ്ങേലി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എന്റെ ട്രീറ്റ്മെന്റ് ആക്ച്വലി പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെന്റ് അല്ല. 5 months ആയതുകൊണ്ട് എന്നോട് അത് ചെയ്യേണ്ട, അതിന് പകരം നടുവേദന കോൺസെൻട്രേറ്റഡ് ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ എടുത്തിരുന്നത് 7 days ട്രീറ്റ്മെന്റ് ആണ്. എനിക്ക് സജസ്റ്റ് ചെയ്തതും 7 days ട്രീറ്റ്മെന്റ് ആണ്. സോ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബോഡി ഓയിൽ മസാജ് ഉണ്ട്. ഓയിൽ മസാജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫുൾ ബോഡി കിഴിയുണ്ട്. കിഴി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേത്ത് എന്തെങ്കിലും മീൻസ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ചെയ്യുന്നത് വേറൊരു ട്രീറ്റ്മെന്റ് ആണ് ഡീകംപ്രഷൻ ആൻഡ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ചെയ്യുന്നത്. എന്റെ എക്സ്റേ എടുത്തപ്പം എനിക്ക് വന്ന ഒരു കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള സ്പേസ് അത് കംപ്രസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. സോ അത് ഡീകംപ്രസ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഡീകംപ്രഷൻ ചെയ്യുന്ന മെഷീൻ ആൻഡ് ഇതാണ് ട്രാക്ഷൻ ചെയ്യുന്ന മെഷീൻ. സോ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വെയിറ്റിംഗ് ആണ്. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചേച്ചിമാർ ഇപ്പൊ തന്നെ വരും. അവര് എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് റൂമും എല്ലാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇവിടെയാണ് നമ്മളുടെ ഫുൾ ബോഡി മസാജും കിഴിയും എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മളുടെ ടേബിൾ. ആ ടേബിളിലാണ് ഞാൻ കിടക്കുന്നത് മസാജൊക്കെ ചെയ്യാൻ. പിന്നെ ഈ റൂമിൽ തന്നെ ബാത്റൂം ഉണ്ട്. സോ മസാജും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ തന്നെ കുളിക്കാം. സോ ഓവറോൾ ഇതാണ് നമ്മളുടെ റൂം. എൻ്റെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഫുൾ ബോഡി മസാജും കിഴിയും എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഡോക്ടറിനെ കാണണം. ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണോ, ഇനി എന്തെങ്കിലും കഴിക്കാനുള്ള മെഡിസിൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഡോക്ടർ പറയും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ 7 days ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഐ ആക്ച്വലി ഫീലിംഗ് എ ലോട്ട് ബെറ്റർ. കാരണം എനിക്ക് ഭയങ്കര നടുവേദന എടുത്തിട്ട് ആയിരുന്നു നമ്മൾ ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോയത്. ബട്ട് നൗ ഐ എം ഓൾ ബെറ്റർ നൗ. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ എടുക്കാനുണ്ടായിരുന്നത് കാറിൽ വെച്ചിട്ട്. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഡോക്ടറിനെ കണ്ടു. എന്റെ മറ്റേ കംപ്രസ്ഡ് ആയിട്ടിരുന്നതൊക്കെ ഒരുവിധം ഓക്കെ ആയെന്നാ പറഞ്ഞേ. സോ ഏകദേശം എല്ലാം സെറ്റായി. ഇനി എനിക്ക് റെസ്റ്റ് ഉണ്ട്, ഒരു 2 weeksനടുത്ത് റെസ്റ്റ് ഉണ്ട്. സോ ഇതായിരുന്നു എന്റെ ഫുൾ ഒരു 7 days ആയുർവേദിക് ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നത്. ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ വാസ് സോ റിലീവ്ഡ് ഫ്രം ദ പെയിൻ. എനിക്ക് ആ ഒരാഴ്ച കൊണ്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര പെയിൻ കുറവുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. കാരണം ഇത് ബോഡി ഫുള്ള് അവരിങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പൊ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. മീൻസ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ആൻഡ് ഓൾസോ വിത്ത് അത് കഴിഞ്ഞിട്ടും ഒരു 2 weeks അറൗണ്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. മാക്സിമം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ വീഡിയോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഡു കമന്റ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.